കന്നിയംഗത്തിലെ ചരിത്ര വിജയത്തിനു പിന്നാലെ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങളുമായി ടി.വി.കെ. സർക്കാർ രൂപീകരിക്കാൻ സാവകാശം തേടി ടി.വി.കെ. ഗവർണർക്ക് കത്ത് നൽകി. 2 ആഴ്ചത്തെ സാവകാശം വേണമെന്നാണ് ആവശ്യം. ഗവർണറെ കാണാനും വിജയ് സമയം ചോദിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് പുറമെ CPM-ഉം CPI-യും മുസ്ലിം ലീഗും VCK കക്ഷികളുമായും ടി.വി.കെ. ചർച്ച തുടങ്ങി. കോൺഗ്രസിലെ മന്ത്രിസ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. DMK സഖ്യത്തിൽ കോൺഗ്രസിന് മന്ത്രിസ്ഥാനം നൽകിയിരുന്നില്ല. അല്പസമയത്തിനകം MLA-മാരുമായി പാർട്ടി ആസ്ഥാനത്ത് വെച്ച് വിജയ് കൂടിക്കാഴ്ച നടത്തും. അതേസമയം ഉദയനിധി സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവാകുമെന്നറിയുന്നു. നിലവിലെ കക്ഷിനില കൂടി നമ്മളൊന്ന് പരിശോധിച്ചാൽ ടി.വി.കെക്ക് 108 സീറ്റുകളാണ്. DMK കേവല ഭൂരിപക്ഷത്തിലേക്ക് വേണ്ടുന്ന 117ലേക്ക് എടുക്കാൻ ഇനി 9 വേണം. DMK സഖ്യത്തിൽ DMKക്ക് 59, കോൺഗ്രസിന് 5, ലീഗിന് 2, CPM 2, CPI 2, VCK 2. AIADMK സഖ്യത്തിന് 47 സീറ്റുകളാണ്. PMKക്ക് 4 സീറ്റും BJPക്ക് ആകെ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞത് ഒരേ ഒരു അക്കൗണ്ട് മാത്രമാണ്. അതിൽ പാലോട് കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കാൻ വേണ്ടുന്ന സീറ്റുകൾ കോൺഗ്രസിന്റെയും CPM-ന്റെയും CPI-യുടെയും കൂടി ലീഗിന്റെയും വോട്ടുകൾ കിട്ടിയാൽ ടി.വി.കെക്ക് കിട്ടും. കംഫർട്ടബിളായ ഒരു മെജോറിറ്റിയിലേക്ക് കടന്നു കയറാൻ കഴിയുകയും ചെയ്യും. കോൺഗ്രസിനാണെങ്കിൽ 5 അംഗങ്ങളെ ഉള്ളുവെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കൂടി ടി.വി.കെ. വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. DMKയിൽ മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നില്ല. DMKയും കോൺഗ്രസും തമ്മിൽ ഇടയുന്നത് നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധി DMKയുടെ പ്രചരണ വേദികളിലൊന്നും ആദ്യഘട്ടത്തിൽ പോയിട്ടുമുണ്ടായിരുന്നില്ല സ്റ്റാലിനൊപ്പം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. DMKയിൽ നടന്ന് ടി.വി.കെക്കൊപ്പം ചേരാനായിരിക്കില്ലേ കോൺഗ്രസിന്റെയും ലീഗിന്റെയും CPI-യുടെയും CPM-ന്റെയും ഒക്കെ തീരുമാനം? എന്താകും തീരുമാനം എന്നുള്ളത് ഇന്ന് വ്യക്തമാകും അരുൺകുമാർ. ഏതായാലും ടി.വി.കെയുടെ ലക്ഷ്യം കൃത്യമാണ്. AIADMK DMK പഴയ ദ്രാവിഡ പാർട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ സർക്കാർ എന്നത് തന്നെയാണ് ലക്ഷ്യം. അല്ലെങ്കിൽ സ്വാഭാവികമായും AIADMKയുമായി സംസാരിച്ചാൽ പുറത്തുനിന്ന് പിന്തുണ ലഭിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നീക്കം തൽക്കാലം ആദ്യഘട്ടത്തിൽ വേണ്ട എന്നതാണ് നിലവിൽ കാണുന്നത്. അതിന്റെ ഭാഗമായാണ് പ്രത്യേകിച്ച് ഇവിടെ വിധി നിർണ്ണയിക്കുന്നത് ഇടതു പാർട്ടികളാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. 108 സീറ്റുകളാണ് ടി.വി.കെക്ക് ലഭിച്ചിരിക്കുന്നത്. 234 സീറ്റുകൾ അംഗബലമുള്ള നിയമസഭയിൽ 118 സീറ്റുകൾ വേണം സർക്കാർ രൂപീകരിക്കാനും ഭരിക്കാനുമായി. 10 സീറ്റുകളാണ് ഇനി 10 പേരുടെ പിന്തുണയാണ് ഇനി ടി.വി.കെക്ക് ആവശ്യമുള്ളത്. 5 കോൺഗ്രസുകാരുണ്ട്, പിന്നെ വേണം 5. അതിൽ 2 CPI ഉണ്ട്, 2 CPM ഉണ്ട്, 2 മുസ്ലിം ലീഗ് ഉണ്ട്, പിന്നെ ചെറു കക്ഷികളുണ്ട്. ആ കക്ഷികളുടെയൊക്കെ പിന്തുണ ലഭിച്ചാൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയും. അത് ദ്രാവിഡ പാർട്ടികൾക്ക് പുറത്ത് മറ്റൊരു പാർട്ടി എന്ന നിലയിൽ തന്നെ ആ അസ്തിത്വത്തോടുകൂടി തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ടി.വി.കെ കാണുന്നത്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങി. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്, CPI-യുടെ സംസ്ഥാന നേതൃയോഗവും ചേരുന്നുണ്ട്. ഈ യോഗങ്ങൾ ചേർന്ന് ഒരു തീരുമാനമെടുത്ത് പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അയക്കുകയും ഇവിടെ ഒരു തീരുമാനമെടുക്കുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന് 28 സീറ്റുകൾ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അപ്പോൾ പോലും ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ 28 എന്നുള്ളത് 5 കുറഞ്ഞു. ടി.വി.കെക്കൊപ്പം ചേർന്നാൽ ഒരു മന്ത്രിസ്ഥാനം നൽകാം എന്ന നിലയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയും വിജയും അടുത്ത സുഹൃത്തുക്കളാണ് എന്ന വാർത്തകൾ വന്നിരുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം വിജയെ ഈ വിജയത്തിന് ശേഷം ഫോണിൽ വിളിക്കുകയും ഒരിക്കലും ഈ യുവതയുടെ വികാരത്തെ തള്ളിക്കളയാനാകില്ല എന്ന് രാഹുൽ ഗാന്ധി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ടി.വി.കെ പിന്തുണയ്ക്കുന്ന കാര്യത്തിലേക്ക് സൂചനകൾ വരുന്ന സാഹചര്യവുമുണ്ട്. എന്തു തന്നെയായാലും ഇന്നിപ്പോൾ സർക്കാർ രൂപീകരണവുമായി മുന്നോട്ട് പോകാൻ തന്നെ ടി.വി.കെ തീരുമാനിക്കുന്നു. ഗവർണറോട് സമയം തേടിയിരിക്കുന്നു. 2 ആഴ്ചത്തെ സാവകാശം സർക്കാർ രൂപീകരണത്തിന് വേണം എന്ന ആവശ്യം ഒരു കത്തിലൂടെ ടി.വി.കെ അധ്യക്ഷൻ വിജയ് ഗവർണറോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടി കഴിയുമ്പോൾ പാർട്ടി ആസ്ഥാനത്ത് വിജയിച്ച നിയുക്ത MLA-മാരുമായി വിജയ് സംസാരിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒരു തീരുമാനം, അന്തിമ തീരുമാനം ഇന്നത്തെ യോഗത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു വശത്ത് ആഘോഷമാണെങ്കിൽ മറുവശത്ത് നിരാശയാണ്. സ്റ്റാലിൻ തന്നെ പരാജയപ്പെട്ടു. കൊളത്തൂരിൽ സ്വന്തം തട്ടകത്തിൽ ചെപ്പോക്കിൽ കഷ്ടിച്ചാണ് മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ കടന്നത്. ഉദയനിധി സ്റ്റാലിനെ പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് സ്റ്റാലിൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. AIADMKയ്ക്കും വലിയ നഷ്ടമുണ്ടായി. BJP ആകട്ടെ 4 സീറ്റുകൾ ഉണ്ടായിരുന്ന തമിഴ്നാട്ടിൽ 1 സീറ്റിലേക്ക് ചുരുങ്ങി. 3 സീറ്റുകൾ പരാജയപ്പെടുന്ന സാഹചര്യമാണ്. ഒരുപക്ഷെ കേരളത്തിൽ 3 ആയപ്പോൾ തമിഴ്നാട്ടിൽ 3 സീറ്റുകൾ പോയി എന്നതാണ് BJPയുടെ കാഴ്ച. ഏതായാലും തമിഴകം ഒരു സിനിമാ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിന്റെ ക്ലൈമാക്സ് എന്താകും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും ഉറ്റുനോക്കുന്നത്. അരുൺ, താങ്ക് യു.
ഇപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണാം എന്നേ പറയുള്ളൂ. തമിഴ്നാട്ടിൽ പക്ഷേ TVKക്കൊപ്പം തന്നെ കോൺഗ്രസ് പോകാനുള്ള സാധ്യത തെളിയുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ TVK സ്മൂത്തായിട്ട് എത്തും. ഉദയനിധി സ്റ്റാലിൻ ആയിരിക്കും ഇക്കുറി പ്രതിപക്ഷ നേതാവായിട്ട് വരിക. DMKക്ക് വല്ലാത്ത പരാജയമാണ് സംഭവിച്ചത്. എല്ലാ എക്സിറ്റ് പോളുകളും ഒരേ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ്, ആക്സിസ് മൈൻഡ് മാത്രമാണ് തമിഴ്നാട്ടിൽ TVKക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം പ്രവചിച്ചത്. 2 വർഷം കൊണ്ടുണ്ടായ ഒരു പാർട്ടി, പരമ്പരാഗതമായ പാർട്ടി സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന പാർട്ടി അധികാരത്തിലേക്ക് എത്ര വേഗമാണ് എത്തിയത് എന്ന് നോക്കൂ. ഏറ്റവും അധികം വേഗത്തിൽ പാർട്ടി സ്ഥാനത്തേക്ക് എത്തുന്ന, അധികാരത്തിലേക്ക് എത്തുന്ന പാർട്ടിയായി ആം ആദ്മി പാർട്ടിക്കൊപ്പം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു TVKയും. പക്ഷെ ആം ആദ്മി പാർട്ടി ഒരു സംസ്ഥാനത്ത് ഡൽഹിയിൽ ആദ്യം അധികാരം പിടിക്കുന്നു, പിന്നീടാണ് പഞ്ചാബിലേക്ക് പോകുന്നത്. അത്രയും വേഗത്തിൽ തന്നെയാണ് TVKയും അധികാരം പിടിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകും, അതിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറ, ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാവും രാഷ്ട്രീയ നിലപാടുകളിലൂടെ.